ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് വിത്ത് രാജു എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? എന്നാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഒട്ടും അറിയാത്തവരാണോ നിങ്ങൾ? അതുപോലെ തന്നെ നിങ്ങൾ ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും അറിയാം, നിങ്ങൾക്ക് ഒരാളുടെ മുന്നിൽ അത് എങ്ങനെ സംസാരിക്കണമെന്ന് അറിയാതെ ബുദ്ധിമുട്ടി നിൽക്കുന്നവരാണോ? ഒട്ടും ഭയപ്പെടാതെ സ്പോക്കൺ ഇംഗ്ലീഷ് വിത്ത് രാജു എന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് ഫ്രീ ആയി ജോയിൻ ചെയ്യാം. അവിടെ നമ്മൾ ഡെയിലി നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന കുറച്ച് കാര്യങ്ങൾ അവിടെ ഷെയർ ചെയ്യും. അത് നിങ്ങൾക്ക് അവിടെ ഗ്രൂപ്പിൽ പ്രാക്ടീസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ കണ്ടു നോക്കൂ. ഇതുപോലെയായിരിക്കും നമ്മളെ ട്രെയിനേഴ്സ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുക. ഇഷ്ടമാകുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സുകളിലും ജോയിൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു നോക്കൂ. വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ഇതുവരെയായി സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കൂലല്ലോ. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ടുഡേസ് സെഷൻ. ടുഡേ ഈസ് അവർ 5th ഡേ ആണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മേ എന്ന് പറയുന്നതിന്റെ പ്രയോഗം. അതായത് നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഈ മേയുടെ അർത്ഥം അറിഞ്ഞു കഴിഞ്ഞാൽ അത് എവിടെയൊക്കെയാണ് ഉപയോഗിക്കാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറേ അധികം സെന്റൻസുകളിൽ നമുക്കത് പ്രയോഗിക്കാം. അതുപോലെ കുറേ സാഹചര്യങ്ങളിൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു പെർമിഷൻ നമ്മൾ ചോദിക്കാനും അതുപോലെ തന്നെ ഒരു അനുവാദം, ഒരാൾക്ക് എന്തെങ്കിലും ഒരു അനുവാദം കൊടുക്കാനും നമ്മൾ യൂസ് ചെയ്യും. അതിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ നോർമലായിട്ട് നമ്മൾ സ്കൂളിലൊക്കെ നമ്മൾ ചോദിക്കുന്ന ഒരു സെന്റൻസ് തന്നെയാണ്. നമ്മൾ ക്ലാസ് എടുക്കണതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കയറി വരികയാണെങ്കിൽ നമ്മൾ ടീച്ചേഴ്സിൻ്റെ അടുത്ത് ഒരു പെർമിഷൻ ചോദിക്കില്ലേ? ആ ചോദിക്കണേന് നമ്മൾ എങ്ങനെയാ പറയുക? മേ വെച്ചിട്ട് മേ ഐ കം ഇൻ ടീച്ചർ, അല്ലെങ്കിൽ മേ ഐ കം ഇൻ സർ. അതായത് ഞാൻ അകത്തേക്ക് വന്നോട്ടെ എന്നാണ് അവിടെ ചോദിക്കുന്നത്. നമ്മൾ എന്താണ് അവിടെ? അതൊരു പെർമിഷൻ ചോദിക്കലാണ്. നമ്മൾ അവിടെ ഒരു പെർമിഷൻ ചോദിക്കുന്നതുകൊണ്ടാണ് അവിടെ നമ്മൾ മേ എന്ന് പറയുന്നത് പ്രയോഗിച്ചിരിക്കുന്നത്. അതായത് മേ ഐ കം ഇൻ സർ, ഞാൻ അകത്തേക്ക് വന്നോട്ടെ എന്നാണ് അവിടെ ചോദിക്കുന്നത്. അതുപോലെ നമ്മൾ എന്താണ് പെർമിഷൻ ചോദിക്കേണ്ട സിറ്റുവേഷൻസിൽ നമുക്ക് ഫോർമലായിട്ട്, അതായത് വളരെയധികം പൊളൈറ്റ് ആയിട്ട്, അത് മര്യാദപൂർവ്വം നമ്മൾ ചോദിക്കുന്ന ഒരു സെന്റൻസ് ആണത്. ഓക്കെ, ഇൻ പൊളൈറ്റ് വേയിൽ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് മേ എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത്. മേ ചോദിച്ചിട്ട് നമുക്ക് എന്താണ് പെർമിഷൻസ് ഒരുപാട് ചോദിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് എന്താണ്, ഇനിയിപ്പോൾ ഒരാൾക്ക് എന്തെങ്കിലും പെർമിഷൻ കൊടുക്കാനാണെങ്കിൽ, ഇപ്പൊ നിങ്ങൾ ഇപ്പൊ പൊയ്ക്കോളൂ, അതായത് യു മേ ഗോ നൗ, നിങ്ങളിപ്പോൾ പൊയ്ക്കോളൂ, നമ്മളൊക്കെ അയാൾക്കൊരു അനുവാദം കൊടുക്കുകയാണ്. അവിടെ അനുവാദം കൊടുക്കാനും നമുക്ക് എന്താണ് മേ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്കൊരു അനുവാദം ചോദിക്കാനും നമുക്ക് മേ യൂസ് ചെയ്യാം. ഇത് മെയിൻ ആയിട്ടുള്ള മേയുടെ ഒരു പ്രയോഗമാണ്. പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ചിലപ്പോൾ നമുക്ക് എന്താണ് ഒരു സാധ്യതയെ കുറിച്ച് പറയാം. ചിലപ്പം സംഭവിച്ചേക്കാം, അല്ലെങ്കിൽ ഉണ്ടായിരിക്കാം, അങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ? അതായത് ഇപ്പം ഒരു ചാൻസ് ഉണ്ട്, പോസിബിലിറ്റി ഉണ്ടെന്ന് പറയും. അതായത് ഇപ്പം ഉച്ചയ്ക്ക് ശേഷം മഴ പെയ്തേക്കാം, നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ഒരു സാധ്യത. അതായത് മോർണിംഗിൽ ക്ലൗഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം ആഫ്റ്റർനൂണിൽ ചിലപ്പം മഴ പെയ്തേക്കാം. അപ്പൊ അത്തരം സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെ പറയും? ഇറ്റ് മേ റെയിൻ ആഫ്റ്റർനൂൺ, ഇറ്റ് മേ റെയിൻ ആഫ്റ്റർനൂൺ. ചിലപ്പോൾ എന്താണ് ഇന്ന് മഴ പെയ്തേക്കാം. അതായത് അത് അവിടെ ഒരു സാധ്യതയാണുള്ളത്. ചിലപ്പം പെയ്യാം, ചിലപ്പം പെയ്യില്ലാതിരിക്കാം. പക്ഷെ ഒരു സാധ്യത, അവിടെ പോസിബിലിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം അവിടെ വരുന്നുണ്ട്. അതായത് ഒരു 50% എബവ് സാധ്യത ഉണ്ടെങ്കിൽ നമുക്ക് അത്തരം സിറ്റുവേഷനിൽ പറയാം ഹി മേ കം ടുമോറോ, അവൻ ചിലപ്പോൾ നാളെ വന്നേക്കാം. അതായത് വന്നേക്കാം, പോയേക്കാം, അങ്ങനെയൊക്കെ ഉള്ള ഒരു സാധ്യതയെ സൂചിപ്പിക്കാനും നമുക്ക് എന്താണ് ഈ ഒരു മേ യൂസ് ചെയ്യാം. ദെൻ മൂന്നാമതായിട്ട് നമ്മൾ മേ എന്ന് പറയുന്നത് പ്രയോഗിക്കുന്നത് എന്തെങ്കിലും വിഷസ്, അതായത് ആശംസകൾ അറിയിക്കാനും നമ്മൾക്ക് മേ ഉപയോഗിക്കാം. അതായത് എല്ലാവരും കേൾക്കുന്ന ഒരു സെന്റൻസ് ആണ് മേ ഗോഡ് ബ്ലെസ് യു, മേ ഗോഡ് ബ്ലെസ് യു, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അപ്പൊ നമ്മൾ എന്താണ് അവിടെ ഒരു അനുഗ്രഹം കൊടുക്കുകയാണ്. നമ്മൾ എന്തെങ്കിലും ഒരു അനുഗ്രഹം കൊടുക്കാൽ, ഇപ്പം വേറെ എന്താണ് മേ യു ഹാവ് എ പ്രോസ്പെറസ് ന്യൂ ഇയർ, നിങ്ങൾക്ക് നല്ല ഒരു ഐശ്വര്യപൂർണമായിട്ടുള്ള ഒരു പുതുവർഷം ഉണ്ടാകട്ടെ, നമുക്കൊരു ന്യൂ ഇയറിന് വിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു ആശംസകളാണത്. അപ്പൊ അത്തരം സിറ്റുവേഷൻസിൽ നമുക്ക് മേ ഉപയോഗിക്കാം. മെയിനായിട്ട് 3 സാഹചര്യങ്ങളിലാണ് മേ ഉപയോഗിക്കുന്നത്. ഒന്നാമതായിട്ട് നമ്മൾ എന്താണ് ഫോർമലായിട്ട്, അതായത് നമ്മൾ എന്താണ് വളരെയധികം മര്യാദപൂർവ്വം നമുക്കൊരു മാനേജറിന്റെ അടുത്തോ അല്ലെങ്കിൽ നമുക്കൊരു ഫോർമൽ സിറ്റുവേഷൻസിൽ ഒരു പെർമിഷൻ ചോദിക്കാൻ, അതുപോലെ തന്നെ പെർമിഷൻ കൊടുക്കാനും ഉണ്ട്. അത് കൊടുക്കലും അതുപോലെ തന്നെ ചോദിക്കലും അവിടെ ഇത് വരുന്നുണ്ട്. പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞത് ഒരു സാധ്യതയെക്കുറിച്ച്, ചിലപ്പം ഇപ്പോഴോ അല്ലെങ്കിൽ ഭാവിയിലോ സംഭവിക്കാനുള്ള സാധ്യതയെക്കുറിച്ച് പറയാന്. മൂന്നാമതായിട്ട് നമ്മൾ പറഞ്ഞത് എന്താണ്, ഇതുപോലെ ആശംസകൾ കൊടുക്കാൻ. ഇങ്ങനെ 3 സിറ്റുവേഷൻസിലാണ് മേ ഉപയോഗിക്കുന്നത്. ഇത് വളരെയധികം പൊളൈറ്റ് വേയിൽ ചോദിക്കുന്ന ഒരു പെർമിഷൻ ആയിരിക്കും. ഇതേ
പെർമിഷൻ തന്നെ നമുക്ക് ക്യാൻ വെച്ചും ചോദിക്കാം. പക്ഷെ ക്യാൻ വെച്ച് ചോദിക്കുന്നത് വളരെ ഇൻഫോർമൽ സിറ്റുവേഷൻ, അതായത് നമ്മൾ എന്താണ് ചോദിക്കുന്ന ആള് നമ്മളുടെ അത്രയും പരിചയമുള്ള ആളുകളോ അല്ലെങ്കിൽ നമ്മുടെ അത്രയും ക്ലോസ് ആയ ആളുകളാണെങ്കിൽ നമുക്ക് അവിടെ എന്താണ് അധികം പെർമിഷൻ എന്താണ് ചോദിക്കേണ്ട ആവശ്യമില്ല. അനുവാദം ചോദിക്കുമ്പോൾ നമ്മൾ ഒരുപാട് മാനേജർ ലെവലിലുള്ള അനുവാദം ചോദിക്കേണ്ട ആവശ്യമില്ല. അത്തരം സിറ്റുവേഷൻ നമുക്ക് ക്യാൻ യൂസ് ചെയ്യാം. അത് നമ്മൾ പിന്നൊരു ക്ലാസ്സിൽ പറയാം. ഇപ്പൊ നമ്മൾ എന്താണ് മേയുടെ കുറിച്ചാണ് പറയുന്നത്. മേ എന്ന് പറയുന്നത് ഫോർമൽ സിറ്റുവേഷൻസിൽ, അതായത് വളരെ മര്യാദപൂർവ്വം നമ്മൾ ബോസിന്റെ അടുത്തോ നമ്മുടെ മാനേജേഴ്സിന്റെ അടുത്തോ ഒക്കെ ലീവ് ചോദിക്കുക, അങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ എങ്ങനെയാണ് മേ ഉപയോഗിച്ചിട്ട് പറയുക എന്നുള്ളതാണ് ഈ സെഷനിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് എക്സാമ്പിൾസിലൂടെ പോകുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. ഓക്കെ, ലെറ്റ്സ് ഗോ ത്രൂ അവർ എക്സാമ്പിൾ. ഫസ്റ്റ് വൺ പെർമിഷൻസ് ആണ്. പെർമിഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അനുവാദങ്ങൾ. നമ്മൾ പറഞ്ഞു മേ യൂസ് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു. എന്താണ്? നമുക്കൊരു അനുവാദം ചോദിക്കാനും, ഫോർമലായിട്ട് അനുവാദം ചോദിക്കാനും അതുപോലെ തന്നെ ഒരു അനുവാദം കൊടുക്കാനും മേ യൂസ് ചെയ്യും. ഫസ്റ്റ് വൺ, മേ ഐ കം ഇൻ സർ? ഞാൻ അകത്തേക്ക് വരട്ടെ സർ? അതായത് നമുക്കൊരു ഫോർമൽ ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ വെനെവർ യു ആർ ഗോയിങ് ഫോർ എൻ ഇന്റർവ്യൂ, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ അവിടെ നിങ്ങൾക്ക് എന്താണ് അകത്തേക്ക് പ്രവേശിക്കട്ടെ എന്നുള്ള അനുവാദം ചോദിക്കേണ്ട സിറ്റുവേഷൻസിൽ ഇങ്ങനെ ചോദിക്കാവുന്നതാണ്, മേ ഐ കം ഇൻ സർ. ഓക്കെ, നെക്സ്റ്റ് രണ്ടാമത്തെ, മേ ഐ ഗോ നൗ? മേ ഐ ഗോ നൗ? ഞാനിപ്പോൾ പോകട്ടെ. നിങ്ങൾക്ക് ഫോർമൽ സിറ്റുവേഷൻസിൽ ഇനി മീറ്റിങ്ങോ എന്തെങ്കിലും കണ്ടക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണ് പെട്ടെന്ന് പോകട്ടെ എന്നൊക്കെ നിങ്ങൾക്ക് ചോദിക്കണമെങ്കിൽ, ബോസിന്റെ അടുത്ത് നിങ്ങളുടെ മാനേജേഴ്സിന്റെ അടുത്ത് ചോദിക്കണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, മേ ഐ ഗോ നൗ? ദെൻ മേ ഐ പ്ലീസ് ഓപ്പൺ ദ ഡോർ? മേ ഐ പ്ലീസ് ഓപ്പൺ ദി ഡോർ? ദയവായി ഞാൻ വാതിൽ തുറക്കട്ടെ? അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഒരു അനുവാദം കൊടുക്കണ സിറ്റുവേഷൻസ് ആ പറയുന്നത്. യു മേ ഗോ നൗ. യു മേ ഗോ നൗ? നിങ്ങൾക്ക് ഇപ്പോൾ പോകാം. യു മേ പാർക്ക് ഹിയർ? നിങ്ങൾക്ക് ഇവിടെ പാർക്ക് ചെയ്യാം. യു മേ പാർക്ക് ഹിയർ. ഇറ്റ് മേ റെയിൻ ഈവനിങ്. ഇറ്റ് മേ റെയിൻ ഈവനിങ്. വൈകുന്നേരം മഴ പെയ്തേക്കാം. സാധ്യതയാണ് അവിടെ, പെയ്തേക്കാം, പോസിബിലിറ്റി എന്ന് പറയും. 50% ചാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പറയാവുന്നതാണ്. ഹി മേ കം ടുമോറോ. ഹി മേ കം ടുമോറോ? അവൻ നാളെ വന്നേക്കാം. സാധ്യതയാണ് അവിടെ. ഓക്കെ, വന്നേക്കാം, മഴ പെയ്തേക്കാം, ഇത്തരം സിറ്റുവേഷൻസ്. ഓക്കെ, വി മേ ഗോ ഫോർ ഷോപ്പിംഗ് ടുഡേ. വി മേ ഗോ ഫോർ ഷോപ്പിംഗ് ടുഡേ? അതായത് എന്താണ്? ഞങ്ങൾ ഇന്ന് ഷോപ്പിങ്ങിന് പോയേക്കാം. അവിടെയും ഒരു സാധ്യതയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ദിസ് മേ ഹേർട്ട് യു. ദിസ് മേ ഹേർട്ട് യു? ഇത് നിന്നെ വേദനിപ്പിച്ചേക്കാം. ഓക്കെ, ഇത്തരം സിറ്റുവേഷൻസ്, അതായത് പോസിബിലിറ്റീസ്. ഇതേപോലെയുള്ള കുറേ പോസിബിലിറ്റീസ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്താണ് ഇവിടെ വോയിസ് ആയിട്ട് പറയാവുന്നതാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, ഹി മേ കം, ഷീ മേ കം, അവൾ വന്നേക്കാം, അവൻ വന്നേക്കാം, ഞാൻ പോയേക്കാം, അങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് അവര് വന്നേക്കാം, ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് സബ്ജക്റ്റുകള് ഹി, ഷീ, ഇറ്റ്, വി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചേഞ്ച് ചെയ്തിട്ട് പലതരത്തിലും സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതൊക്കെ നിങ്ങൾ യുവർ ഓൺ ഐഡിയ വെച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് ഇവിടെ വോയിസ് ആയിട്ട് പറയാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ വിഷസ് പറയാനും ഈ മേ യൂസ് ചെയ്യുന്നു പറഞ്ഞു. എന്തൊക്കെയാണ് നോക്കാം. മേ ഗോഡ് ബ്ലെസ് യു. മേ ഗോഡ് ബ്ലെസ് യു എന്ന് വെച്ചാൽ എന്താണ്? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഓക്കെ, സെക്കൻഡ് വൺ, മേ ഓൾ യുവർ വിഷസ് കം ട്രൂ. മേ ഓൾ യുവർ വിഷസ് കം ട്രൂ? നിന്റെ എല്ലാ ആഗ്രഹങ്ങളും യാഥാർത്ഥ്യമാകട്ടെ. അങ്ങനെയൊക്കെ നമ്മൾ പറയുന്ന സിറ്റുവേഷൻസിൽ നമുക്ക് എന്താണ് ഇവിടെ മേ യൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ്, മേ യു സക്സീഡ് ഇൻ യുവർ ലൈഫ്. മേ യു സക്സീഡ് ഇൻ ലൈഫ്? എന്താണ്? നീ ജീവിതത്തിൽ വിജയിക്കട്ടെ. നീ അല്ലെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കട്ടെ എന്നൊക്കെ നമ്മൾ പറയുന്ന ഡെയിലി ലൈഫ് കോൺവെർസേഷൻസിൽ നമുക്ക് ഇതൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ചില ക്വസ്റ്റ്യൻ വേർഡ്സുകളാണ്. അതായത് നമ്മളൊരു ക്വസ്റ്റ്യൻ ഒരാളടുത്ത് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള വേർഡ്സുകൾ. ഫസ്റ്റ് വൺ, വാട്ട്. വാട്ട് വാട്ട് ഈസ് യുവർ നെയിം? എന്താ എന്നർത്ഥം വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാട്ട് എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് വൺ, വേർ ഈസ് യുവർ ഹൗസ്? എവിടെ എന്ന് നമ്മൾക്കൊരു അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ടാണ് വേർ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ വേർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. തേർഡ് വൺ, വിച്ച്. ഏതാ എന്നൊരു ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കില്ലേ, വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് കളർ? ഏതാണ് നിങ്ങളുടെ ഫേവറേറ്റ് കളർ? അപ്പൊ അവിടെ ഏതാ എന്ന് ചോദിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്ത ക്വസ്റ്റ്യൻ വേർഡാണ് വിച്ച്. നെക്സ്റ്റ് വൺ, ഹൗ എന്ന് ചോദിക്കുന്നതിന്റെ മീനിങ് എന്താണ്? എങ്ങനെ. ഹൗ ആർ യു? എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് എങ്ങനെയുണ്ട്? അതാണ് അവിടെ ചോദിക്കുന്നത്. ഹൗ എന്ന ക്വസ്റ്റ്യൻ വേർഡിന്റെ മീനിങ് എന്താണ്? എങ്ങനെ.
നെക്സ്റ്റ് വെൻ എപ്പോൾ, എപ്പോൾ എന്നാണ് നമ്മൾ ചോദിക്കുന്നത് വെൻ. നെക്സ്റ്റ് വൈ എന്തുകൊണ്ട്, എന്തുകൊണ്ട് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കണമെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ക്വസ്റ്റ്യൻ വേർഡ് വൈ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ വേർഡ് യൂസ് ചെയ്യാം. നെക്സ്റ്റ് അതേപോലെ തന്നെ വരുന്നതാണ് ഹൂസ്. ഹൂസ് എന്ന് ചോദിച്ചാൽ എന്താണ്? ആരുടെ. അപ്പൊ ഇതിന്റെ ജസ്റ്റ് എന്താണ് എല്ലാത്തിന്റെ ഒന്ന് മീനിങ് അറിഞ്ഞിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം നമുക്ക് എന്താണ് ഒരു ക്വസ്റ്റ്യൻസ് ഫോം ചെയ്യുമ്പോൾ നമുക്ക് ഇതിന്റെയൊക്കെ മീനിങ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് എവിടെയൊക്കെ എന്തൊക്കെ യൂസ് ചെയ്യുന്നുള്ള ഒരു പിടി കിട്ടുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇത്തരം കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ വേർഡ്സുകൾ നമ്മൾ ഇവിടെ ഷെയർ ചെയ്യുന്നത്.